നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ, ഹൈടെക് ക്ലാസുകൾ, അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ്. ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, വാവന്നൂർ, പട്ടാമ്പി, പാലക്കാട്. കലാരംഗത്ത് ശോഭിക്കാൻ കഴിവ് മാത്രം പോരാ, ഭാഗ്യം കൂടി വേണമെന്ന് സിനി ആർട്ടിസ്റ്റ് വിനോദ് കോവൂർ. എടപ്പാളിൽ അരങ്ങും അണിയറയും എന്ന സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിനോദ് കോവൂർ. എടപ്പാൾ വള്ളത്തോൾ സഭാമണ്ഡപത്തിൽ വെച്ചാണ് പ്രൊഫഷണൽ നാടക നടീനടന്മാരുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും സംഘടനയായ അരങ്ങും അണിയറയുടെയും 5ാമത് സംസ്ഥാന സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. സംസ്ഥാന സമ്മേളനവും കുടുംബസംഗമവും സിനി ആർട്ടിസ്റ്റ് വിനോദ് കോവൂർ ഉദ്ഘാടനം ചെയ്തു. കലാരംഗത്ത് ശോഭിക്കാൻ കഴിവ് മാത്രം പോരാ, ഭാഗ്യം കൂടെ ഉണ്ടാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. ഒരു നാടകം സ്റ്റേജ് ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രയത്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് കാണാതെ പോകരുത് എന്നൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാറുണ്ട്. പോകാതെ ആളുകൾ ഇരുന്ന് നാടകം കണ്ടിട്ടുണ്ട്. എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു മേഖലയാണ് നാടകം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ശിവചേട്ടനൊക്കെ ഞാൻ ബന്ധപ്പെടുന്നത് നാടകത്തിലൂടെയാണ്. ശിവചേട്ടന്റെ ഒരു നാടകത്തിൽ എനിക്ക് അഭിനയിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു കഥാപാത്രത്തെ ശബ്ദപ്പെടുത്തുകൊണ്ടാണ് ഞാൻ ശിവചേട്ടനുമായിട്ട് ബന്ധം തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ ഒന്നിച്ചതൊക്കെ സിനിമയിൽ നിന്നാണ്. ഒരു 5-8ഓളം സിനിമകളിൽ ഞാനും ശിവചേട്ടനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ നല്ലൊരു ബന്ധം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഗുരുവായൂരിൽ ശിവചേട്ടൻ നല്ലൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ ഇടയ്ക്കിടയ്ക്ക് അതിഥിയായിട്ട് എന്നെ വിളിക്കും. നല്ല രസമാണ്. മനസ്സിൽ സ്നേഹവും എന്താ പറയുക, പ്രാർത്ഥനയും ദൈവവിശ്വാസമുള്ള കുറേ ആളുകളാണ് ഗുരുവായൂർ. അവരോട് ചെല്ലുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. വിജയൻ രാജഗിരി അധ്യക്ഷനായിരുന്നു. സുധീർ ബാബു, കൊടുങ്ങല്ലൂർ കുട്ടികൃഷ്ണൻ, ശിവജി ഗുരുവായൂർ, വിജയൻ ചാത്തന്നൂർ, എടപ്പാൾ വിശ്വനാഥ്, രജനി മുരളി, പ്രഭാകരൻ നടുവട്ടം, ചട്ടിക്കൽ മാധവൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പ്രതിഭാ പുരസ്കാര വിതരണം, ആദരിക്കൽ ചടങ്ങ്, കലാപരിപാടികൾ, നാടകങ്ങളുടെ അവതരണം എന്നിവയും ഉണ്ടായിരുന്നു. 5 വിഭാഗങ്ങളിൽ നൽകിയ പ്രതിഭാ പുരസ്കാരം കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി, അണിയറ വിഭാഗത്തിൽ വിശ്വൻ മാമംഗലം എന്നിവർ ഏറ്റുവാങ്ങി.